ഹലോ ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങളുടെ ബാക്കി കണ്ടാലോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെളിയിലേക്ക്, അതായത് നമ്മുടെ ആ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റോഡാണ് കേട്ടോ. അപ്പോൾ ആ റോഡിലേക്ക് കുറച്ച് നേരം നിന്ന്, കാരണം നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അവിടെ നിന്നിങ്ങനെ കുറച്ച് നേരം എന്താ പറയുക, ഓർമ്മകളൊന്നും ഇല്ല അയവർക്കാൻ, പക്ഷേ വെറുതെ ഒന്ന് അയവർക്കി അവിടെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള സമയമായി. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു സൂയിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും പോകണം എന്ന് വിചാരിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. അങ്ങനെ പിയെ രാവിലെ റെഡിയായി സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഊബർ വിളിച്ചു. അവിടുത്തെ യാത്ര ഫുൾ ഊബറിലായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ അവർ വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ പ്ലാനിങ് ഒക്കെ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ കൃത്യം ഷെഡ്യൂളിലൊന്നും പോയതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാം എന്നുള്ള രീതിയിലായിരുന്നു പോയത്. എവിടേക്കാ പോണ പിയ? എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടാമത്തെ ദിവസമല്ലേ ബാംഗ്ലൂര്? അടിപൊളിയായിരുന്നോ? ഇന്ന് ബെന്നാർഘട്ടല്ലേ, അവിടെ എന്താ കാണാൻ പറ്റുക? അവിടെ ഒരു സഫാരി ഉണ്ട്. അതില് നമ്മള് ഒരു ജംഗിൾ സഫാരി. ജംഗിൾ സഫാരി. അതിൻ്റെ അകത്ത് നമ്മൾ കയറി, ഒരു ബസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കയറിക്കണം. പക്ഷെ അവിടെ നെറ്റ് ഒക്കെ ഉണ്ട്, ആനിമൽസിനകത്തോട്ട് കയറാൻ പറ്റില്ല. ചീറ്റുണ്ട്, ടൈഗർ ഉണ്ട്, അതൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ. അപ്പോൾ നമ്മൾ ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നല്ല രസമാണെന്നാണ് ഒരുപാട് പേര് നമ്മൾ പോകുമ്പോൾ തന്നെ. നമ്മുടെ ആതിര ടീച്ചറൊക്കെ ഇല്ലേ, ആതിര ടീച്ചർ കുറച്ച് നാൾ ഇവിടെ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്താണെങ്കിലും പോകണം കേട്ടോ. അപ്പോൾ 2-3 സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓൾറെഡി ആതിര അടുത്ത് ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇതെന്തായാലും മിസ് ചെയ്യേണ്ട, പൊക്കോ മിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതെന്തായാലും നമ്മൾ പോവാം എന്ന് വിചാരിച്ചിട്ട് പോവാണേ. അതിന് മുന്നേ ആണെങ്കിലും ബെന്നാർഘട്ടനെ കുറിച്ചിട്ട് അവിടെ ഇങ്ങനത്തെ ഒരു സൂ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് എവിടെ ആയിരുന്നു എന്നൊന്നും ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ടുള്ള ഒരു സ്പേസാണ് കേട്ടോ അവിടെ. എനിക്കെന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. അതെന്താ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. കാരണം അതിനുള്ളിലെ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ ഈ കാണുന്ന ആനിമൽസിനെയും എന്താ പറയുക, അവിടുത്തെ ആ ഒരു സറൗണ്ടിങ്സിന് ഉപരിയായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇവർക്ക് എങ്ങനെ ഭക്ഷണം കിട്ടും, ഇവർക്ക് ആരായിരിക്കും കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത്. കാരണം ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ആണല്ലോ. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഓരോ സ്ഥലത്തും അവരിങ്ങനെ ബക്കറ്റ്സ് പോലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആ വെള്ളം ആരായിരിക്കും ഫില്ല് ചെയ്യുന്നത്, വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് ഇവരിങ്ങനെ അടുത്തേക്ക് വരില്ലേ, അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വന്ന് ചേസ് ചെയ്താലോ, അങ്ങനത്തെ ഒക്കെ കുറേ ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിൻ്റെങ്കിലും തുടക്കമാണോ എന്ന് ഞാൻ ഏട്ടനോട് ചോദിക്കുകയും ചെയ്തു. എന്തോ പ്രശ്നമുണ്ടെന്ന്. കാരണം എനിക്ക് എന്തൊക്കെയോ പഴയ എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കാട്ടിലൊന്നും പോയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും എന്തോ സംവെയർ റോങ് എന്നിങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. നല്ല രസമാണ് കേട്ടോ. അതായത് ബെന്നീർഘട്ട എന്നാണ് തോന്നുന്നു എൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. അവിടെ ഉള്ളവരെല്ലാം ബെന്നാർഘട്ട എന്നാണ് പറഞ്ഞ് കേട്ടെ. അങ്ങനെ അവിടെ നമ്മൾ കയറുകയാണ്. ഇതിൽ ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും, അല്ലാണ്ട് അവിടെ നിന്നും എടുക്കാം. പിന്നെ പുറത്ത് ഫുൾ ഇങ്ങനെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് അവർ ഈ ഉപ്പും ചില്ലി പൗഡർ അല്ലെങ്കിൽ പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ടിങ്ങനെ നമുക്ക് തരുമായിരുന്നു. സോ യമ്മി. അതേപോലെ കോണുണ്ടല്ലോ, കോണും ഇതേപോലെ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എൻ്റെയും പിയുടെ ഫേവറേറ്റ് ആയിരുന്നു. അങ്ങനത്തെ ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ്സ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടിക്കറ്റ്സ് ഒക്കെ ഓക്കെ ആവും. പക്ഷേ നമ്മളെന്താ വെച്ചാൽ ഇതെല്ലാം ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറാനായിട്ട് പോയപ്പോഴത്തേക്കാണ് ഇതിനുള്ളിലേക്ക് പ്ലാസ്റ്റിക്സ് ഒന്നും അലൗഡ് അല്ല. പ്ലാസ്റ്റിക്സ് ആണെങ്കിലും നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നുമേ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ പച്ചമാങ്ങയൊക്കെ വാങ്ങി എനിക്കെന്തോ ഭയങ്കര ക്രേവിങ്സ്. പച്ചമാങ്ങ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അയ്യോ എനിക്കിത് പറയുമ്പോഴേ കൊതി വരുന്നു. അങ്ങനെ പച്ചമാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിയെ ഒരു ഇത്തിരി കഴിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിയെ കൊണ്ട് കളയാൻ പോയി. ഞാൻ പറഞ്ഞു മോളിയെ കളയരുത് അമ്മ കഴിച്ചോളാമെന്നും പറഞ്ഞിട്ട് കഴിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. പ്ലാസ്റ്റിക് മാത്രമല്ല, നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ബിസ്ക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് കയ്യിലെടുത്ത് വെക്കണം, അല്ലാണ്ട് എന്താ പറയുക, നമുക്ക് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് സന്തോഷമായിട്ട് തന്നെ, പക്ഷെ എന്നാലും കഷ്ടപ്പെട്ട് അത് മൊത്തം കഴിച്ച് തീർത്തിട്ട് ഉള്ളിലേക്ക് കയറി. കാരണം അകത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ നല്ല രസമായിരുന്നു ആ പച്ചമാങ്ങ, ഒരു ചെനച്ച മാങ്ങ അതിങ്ങനെ കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് എൻട്രൻസ്. അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സ്കാനർ, നമ്മൾ ഓൾറെഡി ഇത് മറ്റേ പേയ്മെൻ്റ് ആയിരുന്നല്ലോ, ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട്
അതപ്പുറത്താണ് കാണിക്കേണ്ടതെന്ന് പുള്ളിക്കാരൻ പറയുകയാണ്. അങ്ങനെ അവിടെ പോയി കാണിച്ചു നമ്മളിത് അകത്ത് കയറി. അവിടെ അകത്ത് കയറി കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ക്യൂ ഇരിക്കണം, കാരണം കുറച്ച് എന്താ പറയുക ക്രൗഡ് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ സഫാരി ആണല്ലോ, സഫാരി ആയതുകൊണ്ട് നമുക്ക് കാർ ഓപ്റ്റ് ചെയ്യാം, ജീപ്പ് ഓപ്റ്റ് ചെയ്യാം, അങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓപ്റ്റ് ചെയ്തത് അവിടെ കാറ് കണ്ടില്ല. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വലിയ വാനില്ലേ, ഒരു വലിയ ട്രാവലർ പോലത്തെ ഒരു സംഭവമായിരുന്നു. അതിൽ ഫുള്ളി ഗ്രില്ല് ചെയ്തിട്ട് ഭയങ്കര സേഫാണ് നമുക്ക്. അതായത് ആനിമൽസിനൊന്നും അകത്തേക്ക് തൊടാനോ അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് വളരെ ക്ലോസ്ലി ആനിമൽസിനെ കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ വലതുകാല് വെച്ച് അകത്തേക്ക് കയറുകയാണ്. പിയ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ ആനിമൽസിനൊക്കെ കാണാമല്ലോ. എനിക്കാണെങ്കിൽ പിയനെ സൂവിൽ കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ സൂവിലൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഏത് ട്രിപ്പ്, അതായത് പിക്നിക്ക് വന്നാലും സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത് സൂവിലേക്കായിരിക്കും. ഇവരെ പക്ഷേ സൂവിലേക്കൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് നമുക്ക് ട്രിവാൻഡ്രം സൂവിൽ പോകാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ തൃശ്ശൂർ സൂവിലും ഇവരെവിടെയൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എപ്പോഴെങ്കിലും പോകുമ്പം മോളെ അവിടെയൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സമാധാനമായി, കാരണം അവൾ കണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി കണ്ടോ. ഇതിൻ്റെ ആ ഫ്രണ്ടിൽ മാത്രം ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ഗ്ലാസ് കാണുന്നത്, ബാക്കി എല്ലാ സൈഡിലും ഇതേപോലെ ഗ്രില്ലിട്ടിട്ടുണ്ട്. അതായത് ഒരു ആനിമൽസിനും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വല്ലാത്തൊരു സ്ഥലം കേട്ടോ. ഇതിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു തമിഴ്നാട് ഫീല്, എന്താ പറയുക, എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ഇത് കയറി ഇരുന്നപ്പോൾ തൊട്ടേ എനിക്കൊരു വല്ലാത്തൊരു മൂഡായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറേ കാടും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കും, എവിടെ ആനിമൽസ് എവിടെ നമുക്കിപ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ആദ്യം കുറേ മാനുകളെയും ഒക്കെയാണ് കണ്ടത്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഓരോ റീജൻ ആയിട്ട് ഇതിങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളിൽ ഇത്രയും സ്ഥലത്ത് ഇന്ന ആനിമൽസ് മാത്രമേ വരുള്ളൂ. അവർക്ക് ഓരോ ബൗണ്ടറീസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് അവർ വരില്ല. കാരണം ഈ ഓരോ സ്ഥലത്തും നമുക്ക് ഈ ഗ്രില്ലിൻ്റെ ആ സൈഡിൽ തന്നെ നമുക്ക് തുറന്നിടാൻ പറ്റും, നമ്മുടെ വിൻഡോ തുറന്നിടാൻ പറ്റും. പക്ഷേ പർട്ടിക്കുലർലി ഈ ലയൺ ടൈഗറൊക്കെ ഉള്ള സ്ഥലത്താകുമ്പോഴത്തേക്ക് ഇവർ പറയും ഇത് ക്ലോസ് ചെയ്തിടണം, വിൻഡോ സേഫ് അല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. എനിക്കാണെങ്കിൽ ക്ലോസ്ട്രോഫോബിയ ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം കൂടെ അടച്ച് കിടന്നിട്ട്, എ സി ഒന്നും അല്ലല്ലോ, നോർമൽ വണ്ടിയല്ലേ, അടച്ച് കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം വിടാൻ തുടങ്ങി. ഞാനപ്പോൾ ചെറുതായിട്ടൊക്കെ തുറന്നൊക്കെ വെച്ചു, പക്ഷേ എങ്കിലും ഇറ്റ്സ് നോട്ട് സേഫ്. പക്ഷേ നമ്മൾ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ചിലത് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും, നമ്മുടെ ആ ഗ്രില്ലിൽ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇരിക്കും. അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു ആനിമലിനെയായിരുന്നു കണ്ടത്. അങ്ങനെ ഒരു വലിയൊരു ബുള്ളാന്ന് തോന്നുന്നു, അതിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ 1 2 അവിടെ ഇവിടെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് ഇതിങ്ങനെ കൂട്ടമായിട്ടിരുന്ന് വെള്ളം കുടിക്കുന്നതും ഓരോന്ന് കഴിക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒരു മാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അരുവികൾ പോലെ വെള്ളം ഉണ്ട് കേട്ടോ, അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ഒക്കെ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ ഇതൊക്കെ ആരാ ഫില്ല് ചെയ്യുക, കാരണം ചിലതൊക്കെ ആർട്ടിഫിഷ്യലി മെയ്ഡായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ വെള്ളം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് കുറേ നേരമായിരുന്നു. പിന്നെ ഇതിനുള്ളിലുള്ള ഈ സ്ട്രക്ചറൊക്കെ ചെയ്തത് എങ്ങനെയായിരിക്കും, ഇതിലെന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ ഉള്ളിലേക്ക് കയറുക, അപ്പോൾ എന്ത് സേഫ്റ്റിയാണ് എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം പല സ്ഥലങ്ങളിലും ഈ ഗേറ്റ്സ് ഉണ്ട്, നമുക്ക് ഓരോ ബൗണ്ടറീസിലേക്ക് കടക്കുമ്പോൾ ഗേറ്റ്സ് ഉണ്ട്. ആ ഗേറ്റ്സിലൊക്കെ ഈ പറയുന്ന പോലെ വാച്ചേഴ്സ് ഉണ്ടാവും. അവരവിടെ നിൽക്കുമ്പോഴത്തേക്കും തന്നെ ആ സേഫ്റ്റി ഗാർഡ്സ് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. കാരണം ആ ഒരു വിതിൻ സെക്കൻഡ്സ് ആയിരിക്കും ഇവർ ഈ ഡോറ് നമുക്ക് ആ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം അവർ വീണ്ടും ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അല്ലാണ്ട് വെളിയിൽ യൂഷ്വലി സെക്യൂരിറ്റീസ് ഇരിക്കുന്ന പോലെ അവർക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ആലോചിച്ചു, അവരുടെ ആണെങ്കിലും ലൈഫ് ഭയങ്കര എന്താ പറയുക, അവർ ഭയങ്കര റിസ്ക്കി ആയിട്ടല്ലേ ഇരിക്കുന്നതെന്നൊക്കെ. മേ ബി അവർക്ക് അതിൻ്റെ ഉള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു പേടിയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ ആരെങ്കിലുമൊക്കെ പെട്ടുപോയാൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ, എന്താണോ എന്തോ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അത് കഴിഞ്ഞ് പുലി, ഇത് പുള്ളിപ്പുലി. അതായത് ഈ വരയുള്ളതിനെയാണല്ലോ നമ്മൾ കടുവയെന്നും എന്താ പറയുക പുള്ളിയുള്ളതിനെയാണോ പുള്ളിപ്പുലി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പണ്ട് പഠിച്ചത് പുലിയും കടുവയും എല്ലാം, ടൈഗർ എന്ന് പറഞ്ഞാൽ പുലി ഓർ കടുവ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ വന്നത് കേട്ടോ. പിന്നെ നേരെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒളിച്ചിരിക്കുന്നു ആരാധ, ലയണായിരുന്നു അത്, സിംഹം. നല്ല എന്താ പറയുക, ഒരു ആൺ സിംഹത്തെ കണ്ടു. എന്താ ഒരു പൗരുഷം, നല്ല രസമായിട്ട് ഇങ്ങനെ ആൾ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ് കേട്ടോ.
അയ്യോ ഇതിനെ കണ്ടിട്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇത്ര അടുത്തൊക്കെ കാണുന്നത്. പണ്ട് സൂല് കണ്ടിട്ടുണ്ട്, അതിന് ശേഷം എന്താ ഒരു ഭംഗി അതിനെ കാണാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഭംഗിയൊക്കെ കൊള്ളാം, അങ്ങോട്ടേക്ക് ചെന്നാൽ തീർന്ന് കിട്ടിയാനായിരുന്നു അല്ലേ. അങ്ങനെ ഏട്ടൻ കുറേ വീഡിയോസ് അപ്പുറത്തെ സൈഡിൽ വീഡിയോസ് ഫുള്ള് ഏട്ടനെടുത്ത്, ഇപ്പുറത്തെ സൈഡിൽ മൊത്തം ഞാനും എടുത്തു കേട്ടോ. അപ്പം അവിടെ ഉള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. പിയ ആണെങ്കിൽ ഇവിടെ നിന്ന് ചാടി അപ്പുറത്തോട്ട് പോകും, അപ്പുറത്ത് നിന്ന് ചാടി ഇങ്ങോട്ട് വരും. കാരണം വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, അപ്പോൾ അവർ പിയനെയും കൊണ്ടങ്ങ് പോകും അപ്പുറത്തെ സൈഡിൽ ഏതെങ്കിലും ആനിമൽസിനെ കാണുമ്പോൾ. അതേപോലെ അവിടുത്തെ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു, ആ വാവേനെ നമ്മുടെ കയ്യിലും തരും ഇപ്പുറത്തെ ഏതെങ്കിലും ആനിമൽസ് വരുമ്പോൾ. നല്ല രസമാണ്. കണ്ടോ ഇവിടെ കണ്ടോ കുറേ ഇതേപോലെ വാട്ടർ ഏരിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. പിന്നെ ആന, ഈ ആന ഇതൊക്കെ നമ്മൾ കയറുന്ന തുടക്കത്തിലുണ്ടായിരുന്നായിരുന്നു ആന. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല. ആനയുടെ ഒരു പാപ്പാനൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ആ ഒരു ഏരിയ കണ്ടു. ഇതൊക്കെ ഇങ്ങനെ വലിയ കേജ് പോലെ ഉണ്ടാക്കി അതിങ്ങനെ എന്താ പറയുക ബൗണ്ടറീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ഇലക്ട്രിക്കലി സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇൻ കേസ് ഇത് വെള്ളം ചാടി വന്നു കഴിഞ്ഞാലുള്ളൊരു റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ ഓരോ ബൗണ്ടറീസ് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ബൗണ്ടറിയിൽ നിന്ന് ഇങ്ങോട്ട് അവർക്ക് വരാൻ പാടില്ല. അതിനെല്ലാം ഈ ഇലക്ട്രിക്കലി ഇങ്ങനെ തിരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഞങ്ങൾ ഇത് ഒരു ചെറിയൊരു വീഡിയോ ഇടയ്ക്ക് വന്നതാണ് കേട്ടോ, അവളവിടെ ഫോട്ടോ എടുത്തതിൻ്റെ. ഇത് അവിടെ നിന്ന് എടുത്തതല്ല, കയറിയ സമയത്ത് എടുത്തതാണ്, തെറ്റിദ്ധരിക്കേണ്ട. ആ വീഡിയോ ഇപ്പുറത്തോട്ട് വന്നു പോയതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും അവിടെയും ഇവിടെയും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ഈ സിംഹങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഒരു സിംഹം ഇവിടെ, പിന്നെ ഒരു സിംഹം കുറേ കഴിഞ്ഞ് അപ്പുറത്തെ. എല്ലാവരും റെസ്റ്റിംഗ് ടൈമായിരുന്നു അവരുടെയൊക്കെ. ഫുഡൊന്നും കഴിക്കുന്നതൊന്നും കണ്ടില്ല കേട്ടോ. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവർക്ക് തന്നെ ഉള്ളിൽ വേറെ ഒരു സ്ഥലം പോലെയൊക്കെ ഉണ്ട്, അവിടെയാണ് വെള്ളം കുടിക്കാനൊക്കെ ഇവർ പോകുന്നത്. അങ്ങനെ ദേ സൂ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ നമ്മൾ താമസിച്ചിരുന്ന ആ പച്ച കളറിലെ ആ ബിൽട്ടൺ ഹോട്ടലായിരുന്നു. അവിടുന്ന് തൊട്ട് ഫ്രണ്ടിലെ ഒരു പാർക്കാണിത്. അപ്പോൾ രാവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ പേര് വന്ന് വർക്കൗട്ട് ചെയ്യുന്ന കാണാം. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇതിലെല്ലാം ഞാനൊന്ന് കയറി നോക്കിയായിരുന്നു. കാരണം നമുക്ക് വർക്കൗട്ടൊക്കെ ഭയങ്കര ഒരു ലെഷർലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. ഇപ്പം ആ സ്വിങ് തന്നെ ആടി നല്ല രസമില്ലേ, കാലിൻ്റെ വർക്കൗട്ട് അങ്ങാണ്ടാണത്. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ചേച്ചി അവിടെ ക്ലീനിങ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ 2 മക്കളും 2 പേരും ഒരു കുഞ്ഞ് സമൂസയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഭാഷ എനിക്ക് അവർക്കും അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ദേ നമ്മൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണോ അന്ന് ഈവനിങ് ആണോ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ എവിടെ പോയി, തൊട്ടടുത്തൊരു മോളുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒന്ന് മോളിൽ കയറി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് പിന്നെ അവിടുത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പിയയുടെ ഐസ്ക്രീം കഴിക്കുന്നത്. മറ്റേ ഐസ്ക്രീം ഇല്ലേ കോണിൽ കൊടുക്കുന്നത്, എന്നിട്ട് ഭയങ്കര ട്രിക്കി ആയിട്ട് എനിക്ക് തോന്നുന്നു അതിന് ടർക്കിഷ് ഐസ്ക്രീം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഐസ്ക്രീമൊക്കെ കുറേ ട്രിക്കി ആയിട്ട് അവസാനം അവളത് വാങ്ങിച്ചെടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം നമുക്ക് വേറെ എവിടെയും പോയി കഴിക്കാനും എന്തൊരു പേടി, എങ്ങനെയാണ് ഫുഡ്, അവിടുത്തെ നല്ല സ്ഥലങ്ങളൊന്നും എനിക്ക് വലിയ വശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡും കഴിച്ച് നമ്മൾ നേരെ വന്നത് ജയനഗറിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് നമ്മുടെ ട്രിപ്പായിരുന്നു. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകുന്നതിന് പകരം ഈ ജയനഗറിലേക്ക് വന്നേനായിരുന്നു. കാരണം ജയനഗറിൽ ഒരു രക്ഷയില്ലാത്ത രസമാണ് കേട്ടോ. രസമാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബഡ്ജറ്റിലുള്ള ഡ്രസ്സുകളാണെങ്കിലും നമുക്ക് വേണ്ട വേറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഭയങ്കര രസമുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഇതൊന്നും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഏരിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജയനഗർ ഇസ് ദ ബെസ്റ്റ് ഫോർ ഷോപ്പിംഗ്. പക്ഷേ ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതേ കണ്ടോ, ഇവിടെ ഒരുപാട് കുർത്തി സെറ്റ്സും അതേപോലെ വിത്ത് ഷോളും 3 പീസ് സെറ്റ്സും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ 1000-നുള്ളിലേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പാൻസ് ഞാൻ 2-3 കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻസ് ഇല്ലേ, ലെഗിൻസ് അല്ല, ഈ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻസ്, കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള പാൻസാണ്. അതിന് ബ്ലാക്കും വൈറ്റും അങ്ങനെ 2-3 കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഒഫീഷ്യലി കോളേജിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നല്ലോ. അങ്ങനെ റെഡ് എന്തോ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിയക്ക്. അതെനിക്കൊന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്നാണ് തോന്നുന്നു. പിയയുടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിയ അമ്മയുടെ കല്യാണത്തിന് ഇട്ടിരുന്ന ഡ്രസ്സില്ലേ, അത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്നായിരുന്നു നമ്മൾ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട്
നമ്മൾ ദേ പിന്നെ കുറച്ച് കമ്മലും മാലയും ഒക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കാനായിട്ട് പോയിട്ടോ. ഞാൻ ഈ യൂഷ്വലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്നത് എന്തെങ്കിലും റെയർ ഒക്കേഷൻസിൽ ഇടുന്ന അല്ലാണ്ട് ഞാനങ്ങനെ ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ സെലക്ഷൻസ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തു. അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഇതേ ഒരു മലയാളി ഫ്രണ്ടിനെ പരിചയപ്പെട്ടു കേട്ടോ. അപ്പം മലയാളത്തിൽ ചോദിക്കുന്ന കേട്ടപ്പോഴത്തേക്ക് ഇത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 5 മണിക്കായിരുന്നു ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ട സമയം. ആകുമ്പോൾ ഒരു രക്ഷയില്ല. വെളുപ്പിന് 5 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ ഞങ്ങളൊരു 3:30 കഴിഞ്ഞപ്പോൾ തന്നെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല, അപാര തണുപ്പാണ്. എൻ്റെ ലുക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു. അങ്ങനെ നമുക്കാണെങ്കിൽ അധികം സ്റ്റോൾസും വേറെ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പിയയ്ക്കാണെങ്കിലും ആ ജാക്കറ്റ് ഉണ്ടായിട്ട് പിയ രക്ഷപ്പെട്ടു. പിന്നെ നമ്മുടെ ഈ പുക്കി സാധനം മേടിച്ചുകൊണ്ട് അതും ചെവിയിൽ വെച്ചതുകൊണ്ട് കാറ്റൊന്നും അറിഞ്ഞില്ല. പിന്നെ ഉള്ളിൽ പിയ ഇട്ടിരുന്നതും ഒരു എൻ്റെ പേര് ഒരു ഹുഡി ഡ്രസ്സ് ആയതുകൊണ്ട് അവൾക്കും വലിയ തണുപ്പ് ഫീൽ ചെയ്തില്ല. പക്ഷെ പാവം സെന്ദ്രേട്ടനാണ് കേട്ടോ പെട്ടത്. കാരണം പാവം ഒരു ഷർട്ട് ഇട്ടിട്ട് ഇതേ കണ്ടോ തണുത്ത് വിറയ്ക്കാണ്. ഞാൻ എൻ്റെ ഷോളൊക്കെ കുറച്ച് അങ്ങോട്ടേക്കൊക്കെ കൊടുത്തു. പക്ഷേ എന്നിട്ടൊന്നും രക്ഷയില്ല. ഭയങ്കര തണുപ്പായിരുന്നു. ട്രെയിൻ വരാൻ ഞങ്ങൾ ചില അവിടെ നിന്ന് ഒരു 1/2 hour ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വല്ല ബ്ലോക്ക് കിട്ടില്ല. എന്നാലും നമ്മൾ കുറച്ച് നേരത്തെ തന്നെ തിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു പോസ്റ്റായി ഒരു 3/4 മണിക്കൂർ ഇരുന്നു. ആ സമയത്തായിരുന്നു ഈ തണുപ്പ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചായയൊക്കെ വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മുടെ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞു. അങ്ങനെ വന്ദേ ഭാരത് വന്നപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനം. എൻ്റെ അകത്തത്തെ AC ഒരു കംഫർട്ടായിട്ടുള്ളൊരു AC ആയിരിക്കുമല്ലോ, ഈ തണുപ്പല്ലല്ലോ എന്ന് വിചാരിച്ച് അകത്തോട്ട് കയറി. പിന്നെ ഒന്നും ഓർമ്മയില്ല മക്കളെ. ഞാൻ സുഖമായി കിടന്നുറങ്ങി. നല്ല കംഫർട്ടായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ വന്ദേ ഭാരത് ആയതുകൊണ്ട് ഫീൽ ചെയ്തില്ല. ഈവൻ ദോ നമുക്ക് കിടക്കാനൊന്നും പറ്റില്ലല്ലോ, ബക്കറ്റ് സീറ്റ് ആണെങ്കിലും വളരെ കംഫി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ദേ ഭാരത് വന്ന് നിന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ അങ്ങോട്ടെങ്കിൽ കയറിയേക്കാം, സമയമുണ്ട്. എന്നാലും പെട്ടെന്ന് ഇത് പോവുമല്ലോ, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചായ കുടിച്ചിട്ട് അതോട്ട് കയറിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സാധനങ്ങളൊക്കെ വന്നു. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. കയറിയപ്പോൾ തുടങ്ങി പിന്നെ ചന്ദ്രേട്ടന് ഓഫീസും തിരക്കുകളും ഒക്കെ ആയി അതിൻ്റെ കാര്യങ്ങളും ഓരോരുത്തർ വിളിക്കലും ബാക്കി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഉച്ചയ്ക്ക് അന്ന് എത്തുമല്ലോ, 1:30 ആകുമ്പോൾ നമ്മൾ എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്ലാനിങ്ങും ഒക്കെ പിന്നെ ട്രെയിനിലിരുന്നിട്ടായിരുന്നു. ഞാൻ പക്ഷേ ഫ്ലാറ്റായി ഗൈസ്. എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബെഡാണ്. എനിക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് ഒന്ന് സൈഡിൽ നിന്നിരുന്നാൽ മതി, ഞാൻ അപ്പോൾ ഉറങ്ങും. എനിക്ക് അത്രയ്ക്ക് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി നമ്മൾ ഇതിൽ പോയി ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്ലീപ്പിംഗ് പ്ലേസാണ്. അപ്പോൾ നമ്മളതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒട്ടും ഹറിബറി ആയിട്ടില്ല, എല്ലാ സ്ഥലവും കവർ ചെയ്യണം എന്നൊന്നുമില്ല. വളരെ സമാധാനമായിട്ട് ഒന്ന് പോയി കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യണം, നമ്മൾ മാത്രമായിട്ട് ഒന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എവിടെയും പോയിട്ടില്ല അങ്ങനെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയാം. പിന്നെ വളരെ ചെറുതിലെ എനിക്കൊരു 1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് നമ്മളങ്ങനെ ഒരു ട്രിപ്പ് പോയത്. അത് അവൾക്കും ഓർമ്മയൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമുക്ക് കിച്ചടിയും പിന്നെന്താ, ഞാൻ 2 നോൺ വെജും 1 വെജും പറഞ്ഞത്. കാരണം എന്താ വരുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ആ കട്ട്ലറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതേയില്ല. ബ്രെഡും ഓംലെറ്റും വാസ് ഓക്കെ, നോർമൽ ഒരു ടേസ്റ്റ് ആണല്ലോ എല്ലാത്തിനും. പിന്നെ ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പിയ ഈ എഗ്ഗൊന്നും കഴിക്കില്ല. അപ്പോൾ ഇൻ കേസ് വല്ല അങ്ങനെ വന്നാലെന്നും പറഞ്ഞ് വളരെ ബുദ്ധിപരമായി ഞാൻ ഓർഡർ ചെയ്തതുകൊണ്ട് ആ ഇഡ്ഡലി പിയ കഴിച്ചു. പിന്നെ കേസരി ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊങ്കൽ നമുക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ബാക്കിയെല്ലാതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ പൊതച്ച് മൂടി അവിടെ കിടന്നുറങ്ങി. പിയയും കുറച്ച് നേരം എൻ്റെ കൂടെ കിടന്നുറങ്ങി. ഭാഗ്യത്തിന് നമുക്ക് ഈ ട്രിപ്പിന് അസുഖങ്ങളോ പ്രശ്നങ്ങളോ വയ്യായ്മകളോ ഒന്നും അങ്ങനെ നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു വ്യൂ ഒക്കെ. അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മുടെ ട്രിപ്പ്. വളരെ കാമായിട്ട് വളരെ സന്തോഷമായിട്ട് നമുക്കൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലെത്തി. ഇനി ബാക്ക് ടു ട്രാക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചതേപോലെ മുന്നോട്ട് പോട്ടെ. അങ്ങനെ എന്താ പറയുക, ഇടയ്ക്കൊരു ചേഞ്ച് ആരാണല്ലേ ആഗ്രഹിക്കാത്തത്. നല്ലൊരു യാത്ര, ഓരോ യാത്രകളും ഓരോ മെമ്മറീസാണ്. എനിക്കിപ്പോഴും ഓരോരോ കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷമാണ് ആ ഒരു യാത്രയിൽ. എന്താണെങ്കിലും ഇനി ഭാവിയിൽ യാത്രകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ആരോഗ്യം, ആയുസ്സും സന്തോഷവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തൽക്കാലത്തേക്ക് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഉച്ചയ്ക്ക് ഞങ്ങളൊരു ബിരിയാണിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത്ര തന്നെയുള്ളൂ. അപ്പോൾ ബൈ. നമ്മൾ കൊച്ചി എത്തി ഗൈസ്. അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.